ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനകത്ത് ചിലർക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിനകത്തൊരു ടേബിൾ വേണം. ടേബിളിൻ്റെ നെയിം ബില്ല് എന്നാണ്. അതിൽ കൺസ്യൂമർ നമ്പറും യൂണിറ്റ്സും എമൗണ്ടും ആണ് വേണ്ടത്. കൺസ്യൂമർ നമ്പറിൻ്റെ ടൈപ്പ് ഇൻ്റാണ്, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. യൂണിറ്റ്സിൻ്റെ ടൈപ്പ് ഇൻ്റാണ്. ഇതൊക്കെ നമ്പേഴ്സ് മതി. എമൗണ്ട് വരുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് വേണം, പോയിൻ്റ് വാല്യൂസ് വരും. അപ്പോൾ ഫ്ലോട്ട് ടൈപ്പാണ് കൊടുത്തത്. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സീക്കകത്തൊക്കെ പഠിച്ച പോലെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിന് പ്രൊസീജിയർ എന്നൊക്കെ പറയും. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ, ഇനി ഇലക്ട് ബിൽ എന്നാണ് ആ ഒരു ഫംഗ്ഷൻ്റെ നെയിം വരുന്നത്. ഇനി 2 ആർഗ്യുമെൻ്റ് ഇതിനകത്തേക്ക് പാസ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന ഏരിയയിൽ കാണാം 1 2 3 216 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടേക്ക് പാസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 ഇൻറ്റു കൊടുത്തേക്കുന്നത്. റിട്ടേൺസ് വോയിഡ് ലാംഗ്വേജ് PL/PGSQL ആസ്. ഇത്രയും ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള ഹെഡറിലുള്ള സിൻടാക്സ് ആണ്. അത് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി 2 ഡോളർ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. ഇത് ഫംഗ്ഷൻ്റെ ബോഡി ഈ 2 ഡോളർ സിമ്പിളിനകത്താണ് നമ്മൾ എഴുതുന്നത്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും 2 ഡോളർ സിമ്പിൾ ഉണ്ടാവും. അതിനകത്ത് ഫംഗ്ഷൻ്റെ ബോഡി എഴുതുക. ഇനി ഡിക്ലെയർ സെക്ഷനകത്താണ് 3 വാല്യൂസ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ടേബിളിലേക്ക് ആവശ്യമുള്ള 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ നമ്പർ, യൂണിറ്റ്സ്, എമൗണ്ട് ഫ്ലോട്ടിലാണ് കൊടുത്തേക്കുന്നത്. ഇനി കൺസ്യൂമർ നമ്പറും പിന്നെ യൂണിറ്റ്സും ഈ ഫംഗ്ഷന് പാസ് ചെയ്ത് വരുന്ന 2 വാല്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ $1 $2 എന്ന് കൊടുത്തത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പർ അലിയാസ് ഫോർ $1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും. കൺസ്യൂമർ നമ്പറിൻ്റെ ടൈപ്പ് കൊടുക്കണേ ഇൻറ്റ് $: $1. ഈ $1 എന്ന് പറഞ്ഞാൽ ഈ പാസ് ചെയ്തതിലെ ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ് എന്നാണ് അതിനർത്ഥം. ഈ പാസ് ചെയ്ത് വന്നതിലുള്ള 1 2 3 ആയിരിക്കും കൺസ്യൂമർ നമ്പറായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഇതേപോലെ തന്നെ ഇൻറ്റു കൊടുക്കുക, $: $2. അപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഈ 216 യൂണിറ്റ്സ് ആയിട്ടും സെറ്റ് ചെയ്തു. ഇനി എമൗണ്ട് ഫ്ലോട്ട് എന്ന് ഡിക്ലെയർ ചെയ്തു. ബിഗിൽ സെക്ഷനകത്താണ് എന്ത് ചെയ്താൽ നമ്മൾ ഈ ഒരു കോഡിനകത്ത് എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്, അതായത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഇലക്ട്രിസിറ്റി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതേണ്ടത് ബിഗിൻ സെക്ഷനിലാണ്. ഡിക്ലെയർ സെക്ഷനിൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഈ ഒരു സെക്ഷനാണ് ബിഗിനകത്ത് എഴുതണം. അപ്പോൾ എമൗണ്ട് : ഇവിടെ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും : എന്നാണ് കൊടുക്കുക. യൂണിറ്റ്സ് ഇൻറ്റു 6.40, ഒരു യൂണിറ്റിന് 6.40 ആയിരിക്കും. ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് ഇൻറ്റു 6.40, അത് ഇത് ഫൈൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇവിടെ പാസ് ചെയ്ത ആ യൂണിറ്റ് ഇൻറ്റു 6.40 ആണ് കാൽക്കുലേറ്റ് ചെയ്യാതെ എമൗണ്ടിലേക്ക് വെക്കും. എന്നിട്ട് ടേബിളിലേക്ക് ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ടേബിളിലേക്ക് കൺസ്യൂമർ നമ്പറും യൂണിറ്റ്സും എമൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു PLSQL സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലെയർ ബിഗിൻ എൻഡ്, അതിൻ്റെ എൻഡാണ് ലാസ്റ്റ് വന്നത്. ഓക്കെ, PLSQL കോഡ് ചെയ്തൽ ഡിക്ലെയർ ബിഗിൻ എൻഡിനകത്താണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡോളർ സിമ്പലും ക്ലോസ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇത് കോൾ ചെയ്യണം. നമ്മൾ ഒരു ഫംഗ്ഷൻ വെറുതെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അതിനെ കോൾ ചെയ്യണം. അപ്പം സെലക്ട് ഇലക്ട് ബില്ല്, ആ കോൾ ചെയ്ത സമയത്ത് 2 വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തു. പിന്നെ സെലക്ട് സ്റ്റാർ ഫ്രം ബില്ല്, അതായത് നമ്മളെ ടേബിളിലേക്കാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ആ ടേബിൾ ഡിസ്പ്ലേ ചെയ്താലേ നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടേബിൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം ബില്ല്. ഇനി ഞാൻ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം. സിൻടാക്സ് എറർ, ഇൻപുട്ടിൽ എവിടെയോ ഇൻസേർട്ട് ഇൻറ്റു ബില്ല് വാല്യൂസ്. ഓക്കെ,
അതാ ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തു. 1 2 3 ആണ് കൺസ്യൂമർ നമ്പർ, യൂണിറ്റ്സ്, അതിൻ്റെ എമൗണ്ടും കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്.